കീർത്തി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. മധ്യ കേരളവും വടക്കൻ കേരളത്തിലുമാണ് ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതാണ് നല്ല കനത്ത മഴ, അതേ തുടർന്നുള്ള മഴക്കെടുതികൾ ഒക്കെ ഉണ്ടായിരുന്നത്. കീർത്തി, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് കൊച്ചിയും സമീപ പ്രദേശങ്ങളും ഒക്കെ? ഗുഡ് മോർണിംഗ് ശരത്. എറണാകുളം ജില്ലയിൽ ഇടവിട്ട് ശക്തമായ മഴ തുടരുകയാണ്. ഇപ്പോൾ ഈ ഒരു സമയത്തും നേരിയ തോതിൽ മഴ പെയ്യുന്നുണ്ട്. നഗരപ്രദേശങ്ങളിലും ഒപ്പം തന്നെ മലയോര മേഖലയിലും കിഴക്കൻ മേഖലയിലും ഒക്കെ തന്നെ മഴ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലും അതിശക്തമായ മഴയായിരുന്നു പെയ്തിരുന്നത്. ഈ കനത്ത മഴയെ തുടർന്നോ മാത്രമല്ല ഈ ചെല്ലാനം മേഖലയിൽ കടലാക്രമണം രൂക്ഷമായിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി നിൽക്കുന്നത്. അവിടെ കടൽക്ഷോഭം രൂക്ഷമായിട്ടുണ്ട്. ഈ കണ്ണമാലി പ്രദേശത്ത് പുത്തൻതോട് മുതൽ വടക്കോട്ട് കണ്ണമാലി വരെയുള്ള പ്രദേശങ്ങളിൽ ഈ ആക്രമണത്തെ തുടർന്ന് റോഡുകളിലും വീടുകളിലും വെള്ളം കയറിയ ഒരു സ്ഥിതി, മുട്ടോളം വെള്ളം കയറിയ ഒരു സ്ഥിതിയാണ് അവിടെയുള്ളത്. അവിടുത്തെ ഗതാഗതമൊക്കെ പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഒപ്പം തന്നെ ഈ ശക്തമായ മഴ തുടരുന്നതും വെള്ളം ഇറങ്ങിപ്പോകാനുള്ള സാധ്യതയും മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ നഗരപ്രദേശങ്ങളിലേക്ക് വന്നാൽ സാധാരണ ഒരു അതിശക്തമായ മഴയുണ്ടാകുമ്പോൾ തന്നെ നഗരത്തിൽ വെള്ളം കയറുന്ന ഒരു സ്ഥിതി ഉണ്ട്. അതൊന്ന് മഴ മാറുമ്പോഴേക്കും അത് ഇറങ്ങിപ്പോകാറുണ്ട്. എന്നാൽ കാര്യമായ ഒരു വെള്ളക്കെട്ട് ഈ നഗരപ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നില്ല. നേരിയ തോതിലുള്ളൊരു വെള്ളക്കെട്ട് മാത്രമാണ് ഉണ്ടായത്. എന്നാൽ ഗതാഗത തടസ്സം അത് വലിയ തോതിൽ തന്നെ ഉണ്ടായിരുന്നു. ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ച് കിടക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ, പ്രത്യേകിച്ചും ഈ ഓഫീസ് ടൈമുകളിൽ രാവിലെയും വൈകുന്നേരം സമയങ്ങളിൽ ഒക്കെ തന്നെ ഉണ്ടായിരുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസത്തെ മഴയെ തുടർന്ന് ഇന്ന് എറണാകുളം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മലയോര മേഖലയിൽ രാത്രിയാത്ര നിരോധനവും കഴിഞ്ഞ ദിവസം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഈ കോതമംഗലം ഭാഗത്തൊക്കെ തന്നെ അതിശക്തമായ മഴയായിരുന്നു പെയ്തിരുന്നത്. കാക്കനാട് മണ്ണിടിച്ചിലുണ്ടാകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. കുട്ടമ്പുഴയിലൊക്കെ തന്നെ സഞ്ചാര സാധ്യതയൊക്കെ തന്നെ പൂർണ്ണമായും നിലച്ചു നിൽക്കുന്ന സ്ഥിതി. അവിടെ വള്ളത്തിലാണ് ആളുകളെ അക്കരെ തന്നെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അവസ്ഥ. ചെല്ലാനത്തേക്ക് കണ്ണമാലിയിലേക്ക് വീണ്ടും വരികയാണെങ്കിൽ ഈ ചെല്ലാനം പ്രദേശത്ത് ഈ ചെല്ലാനത്ത് കടലാക്രമണം ഉണ്ടെങ്കിലും അത് വലിയ തോതിൽ തന്നെ ആളുകളെ ബാധിക്കുന്നില്ല എന്നതും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. കാരണം അവിടുത്തെ ടെട്രാപോഡുകൾ നിർമ്മിച്ചതുകൊണ്ട് തന്നെ അവിടെ തിരെ അടിച്ചു കയറുന്നുണ്ടെങ്കിലും അത് റോഡുകളിലേക്കോ വീടുകളിലേക്കോ വെള്ളം കയറാത്ത ഒരു സ്ഥിതി അത് അവിടെയുള്ളവർക്ക് ആശ്വാസമാണ്. എന്നാൽ ഈ കണ്ണമാലി ഭാഗത്തൊക്കെ തന്നെ അതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ കടൽക്ഷോഭം അല്ലെങ്കിൽ കടലാക്രമണം ഉണ്ടാകുന്ന ഒരു സമയത്ത് തന്നെ ആ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പ്രേക്ഷകരെ കാണിച്ചതാണ്. കടലിൽ നിന്നും വെള്ളം റോഡിലേക്കും വീട്ടിലേക്കും ഒക്കെ തന്നെ ഇരച്ചു കയറുന്ന, നമ്മളെ തന്നെ ഭീതിപ്പെടുത്തുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളായിരുന്നു പുറത്തു വന്നിരുന്നത്. ഒരു തരത്തിലും ആളുകൾക്ക് ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കാത്ത ഒരു അവസ്ഥ. കാരണം ഈ കടലിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നത് കൊണ്ട് നല്ലൊരു ഒഴുക്ക് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ആളുകൾക്ക് ഒരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലേക്ക് പോലും പോകാൻ സാധിക്കാത്ത അവസ്ഥയായിരുന്നു കണ്ണമാലിയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അവിടുത്തെ ആളുകൾ പറയുന്നത് ഇത് മഴയെ തുടർന്ന് മാത്രമല്ല, ഇത് പെട്ടെന്നുണ്ടായിരുന്ന ഒരു കടലാക്രമണമല്ല. ഇത് ഈ വാവ് മുതൽ അഷ്ടമി വരെയുള്ള സമയങ്ങളിൽ ഉണ്ടാകാറുള്ളതാണ്. ഇതൊരു സ്വാഭാവിക കാര്യമാണ്. എങ്കിൽ പോലും അവിടുത്തെ ആളുകളുടെ അവസ്ഥ ദുസ്സഹമാകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. സാധാരണ വെള്ളം ഇറങ്ങിപ്പോകുമ്പോൾ അവർ വീടുകളിലേക്ക് തന്നെ താമസിക്കും, പൂർണ്ണ സ്ഥിതിയിലേക്ക് വരുമെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ മാറി താമസിക്കാനൊന്നും തന്നെ തയ്യാറാകുന്നില്ല. അതിനുവേണ്ട സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കാമെന്ന് അവിടുത്തെ ആളുകൾ പറയുന്നുണ്ടെങ്കിൽ പോലും നാട്ടുകാർ ഒന്നും തന്നെ മാറി താമസിക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ്. ഇത് വെള്ളം ഇറങ്ങിപ്പോകും, ഇന്നൊരു സമയമാകുമ്പോഴേക്കും വെള്ളം ഇറങ്ങിപ്പോകും. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ആശങ്കയൊന്നും തന്നെ അവിടെയുള്ള ആളുകൾക്ക് ഇല്ല എന്നതാണ്. എന്തായാലും ഇപ്പോഴും എറണാകുളം ജില്ലയിൽ മഴ തുടരുകയാണ്. മലയോര മേഖലയിൽ ഇപ്പോഴും മഴ തുടരുകയാണ്. രാത്രിയിലും അതിശക്തമായ മഴയായിരുന്നു ശരത്തുണ്ടായിരുന്നത്. ശരി, ഇപ്പോൾ കൊച്ചിയെ സംബന്ധിച്ച് അതുപോലെ തന്നെ കൊച്ചിയുടെ സമീപ പ്രദേശങ്ങൾ, കണ്ണമാലി പോലെയുള്ള തീരപ്രദേശങ്ങളിലൊക്കെയുള്ള മഴ, അതുപോലെ തന്നെ കടലാക്രമണം, ഇതേക്കുറിച്ചൊക്കെയാണ്, അതുപോലെ കൊച്ചിയുടെ തന്നെ ആ മേഖലയുടെ കിഴക്കൻ പ്രദേശങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇപ്പോൾ കീർത്തി ഈ വിശദാംശങ്ങളൊക്കെ നമ്മളുമായി പങ്കുവച്ചത്.